ഗൈസ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി മാത്രമല്ല ഏത് സ്റ്റോക്ക് നമ്മളെടുത്ത് നോക്കിയാലും നമുക്കൊരു നല്ലൊരു ബെയറിഷ് മൂവ് കണ്ടിന്യൂവേഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഇത്രയും ദിവസം ചെയ്യുന്ന അനാലിസിസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ ഏത് രീതിയിലാണ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ റേഞ്ച് ട്രേഡിനെ കൺസിഡർ ചെയ്യുന്നതെന്ന്. ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ പല സ്ഥലത്തും നല്ല ബിഗ് ബെയർ ബാർസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത്, അല്ലെങ്കിൽ ഈ ഒരു സീരീസ്, അല്ലെങ്കിൽ ഇവിടെയുണ്ട്, പിന്നെയുള്ളത് ഇവിടെയാണ്. ബട്ട് ഈ ഒരു മൂവിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത് ടെലഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തതാണ്. ഈ ഒരു വലിയ ബിഗ് മൂവ് ഇവിടെ കൊടുത്തിട്ട് പോലും നമ്മളുടെ ടോട്ടൽ മൂവ് എന്ന് പറയുന്നത്, ഇന്നലത്തെ ദിവസത്തെ ടോട്ടൽ മൂവ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ആണ്. നമുക്കിവിടെ ഈ നിഫ്റ്റിയുടെ ഇത് നോക്കിയാൽ കാണാൻ പറ്റും. 0.95% മാത്രമാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. കാരണം വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയി അതിൻ്റെ ഓപ്പണിംഗ് റേഞ്ചിലേക്ക് എത്താൻ തന്നെ, പ്രീവിയസ് ഡേ ഓപ്പണിംഗ് റേഞ്ചിലേക്ക് എത്താൻ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു മൂവ് കൊടുത്തു. ഓൾമോസ്റ്റ് 1.2% മൂവ് കൊടുത്തു. അതിന് ശേഷമാണ് ദ റെസ്റ്റ് മൂവ് താഴേക്കുണ്ടായത്. എനിവേ, നമ്മളധികം ആൻറ്റിസിപ്പേഷന് വേണ്ടി പോകണ്ട. ജസ്റ്റ് മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബെയറിഷ്നെസ് ടു റേഞ്ചാണ്. ഇതുപോലെ നോർമലി വലിയ ബിഗ് മൂവ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഇത് നമ്മൾ പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ ഈ വരച്ച് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. വലിയൊരു ബിഗ് മൂവ്, ഒരു സൈഡ് വേസ് ടു അപ്പ്. ഇവിടെ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി 5 to 6 ഡേയ്സ് ബെയർ ബാറിന് ശേഷമാണ് ഈ മൂവ് ഉണ്ടായിരുന്നത്. ബട്ട് സിംഗിളായിട്ട് ഇവിടെ നമുക്ക് ഇതുപോലെ ബിഗ് മൂവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഡേ അതിൻ്റെ ആ ഒരു ലോവർ തേർഡിൽ ഒരു ചെറിയ ബാർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോർമലി കാണുന്നത്. അപ്പോൾ മാർക്കറ്റിൽ മൺഡേ അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്ര വലിയ മൂവും ജസ്റ്റ് 1% അടിയിൽ മാത്രമായിരുന്നു. സോ മാർക്കറ്റ് റിയലി വാണ്ട് ടു ഫാൾ എന്നാണെങ്കിൽ അത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലെവൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഒരു ചാനൽ ലൈൻ. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ പോലും മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് എത്താനേ പറ്റിയിട്ടില്ല. ഇപ്പോൾ അത് ആ പ്രീവിയസ് ഹൈയിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയൊരു ബുള്ളിഷ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഒരു ബെയറിഷ് മൂവാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ മൂവിൻ്റെ ബാക്കിയായി നാളെ ഒരു സൈഡ് വേസ് മൂവ് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. ഓക്കെ, നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ട് നമുക്കിപ്പോൾ കാണാം. ഇവിടെ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ഈ ഏരിയാസ് 1, 2, 3. നമ്മൾ സാധാരണ അതിൻ്റെ തൊട്ടടുത്താണ് ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഏരിയാസിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് അത്ര ഈസിയായി ഒരൊറ്റ ക്യാൻഡിലോ അല്ലെങ്കിൽ 2-3 കണ്ടിന്യൂസ് ക്യാൻഡിലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു ഏരിയയിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ബയേഴ്സിനെ കാണാൻ പറ്റും. ബട്ട് അവർ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ബ്ലൈൻഡ്ലി മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത ഉടനെ ചാടി കയറാതിരിക്കുക. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ല ട്രെൻഡ് മിസ്സായേക്കാം. ഓക്കെ, ചിലപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് താഴേക്ക് പോയി എന്ന് വരാം. ദാറ്റ്സ് ഓക്കെ. അതേസമയത്ത് നമ്മളിവിടെ ചെയ്യുന്നത് മാക്സിമം പ്രോബബിലിറ്റി ഏത് സൈഡിലേക്കാണോ അതിനനുസരിച്ചുള്ള ട്രേഡ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ബട്ട് വിത്ത് പേഷ്യൻസ്. റിലയൻസിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത്. ആ ഒരു പ്രീവിയസ് ഡേ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ടെലിഗ്രാം ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലയൻസിൻ്റെ പാർട്ടി ഓൾറെഡി സ്റ്റാർട്ടായി. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. മാർക്കറ്റ് ഇവിടെ ഒരു കൈൻഡ് ഓഫ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റേഞ്ചായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹൈ, പിന്നൊരു ലോവർ ലോ, ലോവർ ഹൈ കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റിനൊരു ചെറിയൊരു ബെയറിഷ് എഫക്റ്റാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് മുകളിലേക്ക് പോയി. നമുക്ക് കാണാം വിത്തിൻ 2-3 ബാർസ് ഇവിടെ ഇത് ഫെയിൽ ആവുകയാണ് ചെയ്തത്. സോ ഇതുപോലെയുള്ള സമയത്ത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല എന്നുള്ളത്. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം കാര്യം മാർക്കറ്റ് ട്രേഡിങ്ങിലും അതുപോലെയുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹയർ ഹൈ ഹയർ ലോസിൻ്റെ കൺസെപ്റ്റ് അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പഴയ വീഡിയോസ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ഡെയിലി അനാലിസിസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ലോജിക്.
ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി ഇവിടെ ഫെയിലായി താഴേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാർക്കറ്റ് എപ്പോഴും നമ്മളുടെ ഓരോ ക്യാൻഡിൽ കഴിയുമ്പോഴും മാർക്കറ്റ് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ആ മെസ്സേജ് എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മൾ ഫർദർ ട്രേഡ്സ് എടുക്കുന്നത്. ഇവിടെ വലിയ അധികമല്ലാത്തൊരു സ്റ്റോപ്പ് ലോസിലുള്ള നല്ലൊരു ട്രേഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഇത്ര വലിയൊരു മൂവ് മാർക്കറ്റ് തന്നത് ഡെഫിനറ്റ്ലി ആ മാർക്കറ്റിൻ്റെ ഇന്നലത്തെ ഒരു ഫാളിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നു, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നു. നിഫ്റ്റി ഫാളാവുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോംബ് ഇടുന്നത് കൊണ്ടാണോ നമ്മളത് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് മാത്രമാണ് ആസ് എ ട്രേഡർ നമ്മൾ ചെയ്യേണ്ടത്. ഗൈസ്, നാളെ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കിൽ നമ്പർ 1 ഇൻഫിയുടെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഇൻഫി ഒരു റേഞ്ചിലാണുള്ളത്. ഇതൊരു പൊസിഷണൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് ഡിസ്കഷനാണ് നമ്മൾ നേരത്തെ എപ്പോഴോ നടത്തിയിട്ടുള്ളത്. കാരണം റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റ് അതിനുള്ളിൽ മുകളിലേക്ക് താഴേക്കും പോകാനുള്ള ചാൻസസ്. സോ ഇപ്പോൾ ഈ റേഞ്ചിൻ്റെ ടോപ്പിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇത് താഴേക്ക് വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് ലോയിലാണ്, ഒരു ബുള്ളിഷ് ബാർ ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് ലോയിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്കൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 1370 അത് 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ നമ്മളുടെ 15 മിനിറ്റ്സ് ചാർട്ടിൽ അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ ഏതിലാണോ ട്രേഡ് ചെയ്യുന്നത് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 70 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നല്ലൊരു മൂവ് ഇവിടെ കിട്ടാനുണ്ട്. 1320 എന്നുള്ളൊരു ലെവൽ വരെ മൂവ്സ് കിട്ടാനുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇതുപോലെയുള്ള സമയത്ത് 1-2 സ്പൈക്സ് മുകളിലേക്ക് കൊടുത്തതിന് ശേഷം താഴേക്ക് വരുന്നതും സാധാരണ കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്ലാൻ ഫോളോ ചെയ്യാം. ഒരു മുകളിലേക്ക് ഒരു സ്പൈക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് നമ്മളുടെ അനാലിസിസിനെ ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് 1370 ശേഷം നമുക്ക് ഇവിടെയും ചെറിയൊരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1365 ലെവലൊക്കെ നമുക്കൊരു ഈസി ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ളൊരു മൂവ് നമുക്ക് നോക്കാം, 1365 എന്നുള്ള ലെവൽ. കാരണം ഈ 70 ബ്രേക്ക് ചെയ്താൽ പോലും ഇവിടുന്ന് ചിലപ്പോൾ ഒരു ഫാൾസ് ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള നമ്മളുടെ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും പോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതെന്ന്. ഗസ്, നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോക്ക് ജസ്റ്റ് ഡയലാണ്. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ലോജിക്ക് പറയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ സൂപ്പർ മൂവാണ് കൊടുത്തത്. ഇവിടുന്ന് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇത് സാധാരണ എല്ലാ സമയത്തും ഇതുപോലെയുള്ള പാരാബോളിക് മൂവ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രോഫിറ്റ് ബുക്കിങ്സ്. ബട്ട് പാരാബോളിക് മൂവിന് ശേഷം വീണ്ടും ബയേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് മുകളിലേക്ക് ബ്രേക്കൗട്ടായി മുകളിലേക്ക് പോകും. ബട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കംപ്ലീറ്റ് ഒരു സൈഡ് വേസ് ടു ബെയറിഷ് മൂവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയിപ്പോൾ ഒരു ബുള്ളിഷ് സൈൻ ഉണ്ടെങ്കിൽ പോലും, ഒരു ബുള്ളിഷ് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പ്ലാൻ ചെയ്യാം. ആസ് ഓഫ് നൗ ഇവിടെയുള്ള ഈ ഒരു ബെയറിഷ് ബാർ, ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 960 അടുത്താണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു നല്ല ട്രേഡാണ് ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് നോക്കാം. ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, 957 960 എന്നുള്ള ഈ ഒരു ലെവൽ. ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നതാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. അതിനുശേഷം നല്ലൊരു മൂവ് ഇവിടെ തന്നെ ഒരു 930 വരെയുള്ള നല്ലൊരു മൂവ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് HCL ടെക്. ഈ ലോജിക് ഇവിടെ നമുക്ക് കാണുന്നത് വലിയൊരു ഡൗൺ മൂവിന് ശേഷം മാർക്കറ്റ് കംപ്ലീറ്റ് സൈഡ് വേസ് പോയി ഒരു ആ റേഞ്ച് കൈൻഡ് ഓഫ് ബ്രേക്കൗട്ട് കൊടുത്തു. ബട്ട് അതിനുശേഷം ഇവിടെ ഈ ഒരു മൂവിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയൊരു ബുൾ ബാർ, അതിനുശേഷം വലിയൊരു ബെയർ ബാർ വിത്ത് എ ബിഗ് ടെയിൽ. ഇത് വീണ്ടും ഈ റേഞ്ചിനുള്ളിലേക്ക് തന്നെ വരാനുള്ള ഒരു ചാൻസാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നല്ല മൂവ്സ് നാളെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു പൊസിഷണൽ ട്രേഡിന് വേണ്ടി പോലും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം ആസ് ഓഫ് ഇൻട്രാഡേ നമ്മൾ ഈ ഒരു ട്രേഡ് 973 എന്നുള്ളതിൻ്റെ ലോ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ട്രേഡ് എടുക്കാം. ഞാൻ ഇതുപോലെയുള്ള സമയത്ത് ലോ എന്ന് പറയാനുള്ള കാരണം നമ്മൾ അബദ്ധത്തിൽ ട്രേഡ്സിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് മുകളിലൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ആ സമയത്ത് ലൈവ് മാർക്കറ്റിൽ അനാലിസിസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ ഓഫ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആവേശത്തിൽ ചാടി കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം അത് എവിടെയാണ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നത് ഈ
ഈ ലോ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല മാർക്കറ്റ് പാർട്ടിസിപ്പൻസും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ടിസിപ്പൻസ് അവർ അന്നേരം അതിനനുസരിച്ചാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള സമയത്ത് നമ്മളുടെ പാത്ത് എന്ന് പറയുന്നത് ഇവിടെ സ്മൂത്താണ്. അപ്പോൾ ഒരു 950 ലെവൽ വരെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പാത്ത് നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അധികം സൈഡ് വേസ് മാർക്കറ്റിൽ പോകാതെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ലൊരു ട്രേഡ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സ് ഞാൻ അനാലിസിസ് ചെയ്യുന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരികയാണ്. ഇവിടെ ഞാൻ കാണുന്ന ഒരു ബെയറിഷ് മൂവാണ്, ബട്ട് അധികം വലിയൊരു മൂവല്ല, ഈ ഒരു ലെവലിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്ത് നോക്കുക. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ലേണിംഗ് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂ. സോ കീപ് ലേണിംഗ്. ബൈ.